ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് മനസ്സിലായി. കണ്ടപ്പോൾ തന്നെ അടിപൊളി സൂപ്പർ ചപ്പാത്തി. സോഫ്റ്റ്, എന്താ പറയുക, ക്യാരറ്റും കാഷ്യൂനട്ടും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. എത്ര നേരം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകിട്ടായാലും പിറ്റേ ദിവസമായാലും ഒക്കെ ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന ചപ്പാത്തിയാണിത്. 2 ദിവസം ഇപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലും ഇത് കേടായി പോവില്ല. അത്ര സൂപ്പർ ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകി ഒരു കുക്കറിലിട്ട് കൊടുക്കുക, ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട്. അതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചോ. അത് വിസിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു കൈപ്പിടി നിറച്ചെടുത്തു കേട്ടോ. അത് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി എടുക്കുന്ന അളവ് പറയാൻ പറ്റില്ല കേട്ടോ, അത് കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ ആ വെള്ളം അത്ര തന്നെ ബാക്കിയുണ്ട് കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു, നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇത് പച്ചയ്ക്ക് വേണമെങ്കിൽ അരയ്ക്കാം ക്യാരറ്റ്, പക്ഷേ അപ്പോൾ ഒരു തരി പോലെ കിടക്കും. ഇങ്ങനെ വേവിച്ചിട്ട് അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. അതാണ് വേവിച്ചത് കേട്ടോ. ഒറ്റ വിസിൽ മതി. അപ്പോൾ നമ്മളതൊരു ചപ്പാത്തി കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ക്യാരറ്റ് അരച്ചതും പിന്നെ കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടത്, മെൽറ്റ് ചെയ്ത ബട്ടറാണ്. അപ്പോൾ വേറെ ഏതാ ഓയിലെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഓയിൽ അതിൽ ചേർക്കാം. ബട്ടറോ നെയ്യോ ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതിൽ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് അലിഞ്ഞോടും. പിന്നെ അതിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആട്ടമാവ് ഇടുന്നത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇളക്കി നോക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് എന്താ പറയുക, വെള്ളമൊക്കെ പാകമാവുന്ന വരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എത്ര ക്യാരറ്റ് എടുത്തു, എത്ര കാഷ്യൂനട്ട് എടുത്തു, അതിനനുസരിച്ചിട്ടുള്ള പൊടിയേ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇവിടെ 3 ക്യാരറ്റ് എടുത്തു, അത് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചത്. അപ്പോൾ അതിൻ്റെ വെള്ളവും ഈ കാഷ്യൂനട്ടിൻ്റെ വെള്ളവും ഒക്കെ ഈ ചപ്പാത്തി ഈ മാവ് കുഴയാൻ എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പൊടിയുടെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൽ പ്രത്യേകിച്ച്. പൊടി ഇങ്ങനെ നനവ് മാറുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് അത് അറിയില്ല എത്ര വേണമെന്ന്. അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ എല്ലാവരും 3 ക്യാരറ്റ് എടുക്കില്ലല്ലോ. കുറച്ച് ചപ്പാത്തി മതിയെങ്കിൽ കുറച്ച് 1-2 ക്യാരറ്റോ 1 ക്യാരറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കുക. അത് പേസ്റ്റാക്കി. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഇപ്പോൾ ഒരു കൈപ്പിടി നിറച്ചെടുക്കണില്ലേ, വെറും 3-4 കാഷ്യൂനട്ട് എടുത്തുള്ളൂ എന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളത്തിലല്ല അത് അരയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം പാകമാവുന്ന വരെ നമ്മൾ പൊടി ചേർക്കണം. അതുകൊണ്ടാണ് പൊടിയുടെ അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കൈമ ആക്കാൻ നിൽക്കണ്ട, പിന്നെ കൈമ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ അതേ കുറച്ച് വെള്ളമൊക്കെ എന്താ പറയുക ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ സ്പൂണ് മാറ്റി ഇനി കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി ആയി തുടങ്ങിയില്ലേ, വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞ് പൊടി ഇട്ട് പാകമായി തുടങ്ങി. എന്നാലും വെള്ളം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കുഴയണത്. നമ്മൾ ശരിക്കും ചപ്പാത്തിക്ക് കുഴയ്ക്കണ അത്ര പാകത്തിന് ഇതിൽ പൊടിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത്ര അളവിലുണ്ടാക്കിയ ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാൻ ഉള്ള ചപ്പാത്തി കിട്ടും കേട്ടോ. 3 ചപ്പാത്തി വീതമൊക്കെ കഴിക്കാനാണെങ്കിൽ 5-6 പേർക്ക് വേണമെങ്കിലും കഴിക്കാം ഇത്ര അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു 3 വലിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു പിടി, എന്നിട്ട് 10-15 കാഷ്യൂനട്ട് ഉണ്ടാവും, അത് കുതിർത്തത്. അങ്ങനെ പിന്നെ പൊടിയുടെ അളവ് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇട്ടിട്ട് നോക്കുക.
അപ്പോൾ ഒരു 6 പേർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നന്നായിട്ട് ഇത് എടുക്കാൻ പറ്റും ചപ്പാത്തി. ഇതുകൊണ്ട് ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് വന്നു തുടങ്ങിയിട്ടാ. കൈമിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, അതൊന്നും പേടിക്കണ്ട. നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അവസാനമാകുമ്പോൾ അതൊക്കെ റെഡിയാവും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ, ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പാകത്തിനായപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ബട്ടറും കൂടെ ഒഴിച്ചപ്പോൾ അതെ നമുക്ക് നന്നായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റണില്ലേ. അപ്പോൾ ഒട്ടിപ്പിടിക്കലൊക്കെ കുറഞ്ഞു. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ശരിക്കും പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ചപ്പാത്തിയുടെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ആദ്യം റഫായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക, എന്നിട്ട് അവിടെ മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 15 20 അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ആദ്യമേ തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഏകദേശം റഫായിട്ടൊന്ന് കുഴച്ച് നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇപ്പോൾ മാവ് ഏകദേശം ഇത്ര കുഴഞ്ഞ് കിടന്നിരുന്നത് പാകത്തിനായി. നമ്മളത് കുറച്ചും കൂടെ ബട്ടർ കയ്യിലാക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി കഴിഞ്ഞു. ഇനി അത് മൂടി വയ്ക്കുക, നന്നായിട്ട് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇത് തുറന്നത്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി കുഴയ്ക്കാൻ നല്ല സുഖമാണ്, കൈമ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ലല്ലോ. ഒട്ടിപ്പിടിച്ചാലും കൈമ കുറച്ച് ഓയിലിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി എണ്ണ ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ എണ്ണ ഒഴിക്കാണ്ട് കുഴച്ചെടുത്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്തേക്കാനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ അരക്കണേൽ ഇതുപോലെ കട്ട ക്യാരറ്റിൻ്റെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് കണ്ടാൽ എടുത്ത് മാറ്റിക്കോട്ടോ. അത് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടയിൽ പോവും ചപ്പാത്തി. അപ്പോൾ അതേ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് പാകമാണ്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ബട്ടർ ഇങ്ങനെ തടവി ഇങ്ങനെ വെക്കുക. ഇനി നമുക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇപ്പം തന്നെ ഇത് ഓരോ ബോൾസാക്കി എടുത്ത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എല്ലാ ചപ്പാത്തി ഉണ്ടാക്കണ്ട, ആവശ്യത്തിന് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഇപ്പം 3 ചപ്പാത്തി ഈ സമയത്ത് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യക്കാർക്കുള്ള ചപ്പാത്തി അപ്പം ഉണ്ടാക്കി കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ അടച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ 2 ദിവസമൊക്കെ നന്നായിട്ടിരിക്കും ഫ്രിഡ്ജിൽ. കുറച്ച് പൊടി തൂവി അത് പരത്തിയെടുക്കാം. ഇനി സാധാരണ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ. ഇനി ചൂടുന്ന സമയത്ത് നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ, ഒന്നും പരട്ടി കൊടുക്കണ്ട. അങ്ങനെ തന്നെ ചൂടായ തവയിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാം. നല്ല വലിപ്പത്തിലുള്ള ചപ്പാത്തി കിട്ടിയിട്ടാ. ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ചപ്പാത്തി നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമുക്കത് വെറുതെ കഴിച്ചാൽ മതിയല്ലോ, അതിലെല്ലാതും ഉണ്ടല്ലോ. പിന്നെ ഇനി കറിയൊന്നും വേണ്ട. അപ്പോൾ ഇനി ചുട്ടെടുക്കാൻ പോവുക. അപ്പോൾ തവ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് കുറച്ച് വയ്ക്കുക. സിമ്മിലൊന്നും ഇട്ടുണ്ട കേട്ടോ, ചൂട് വേണം. ചൂടുണ്ടായാലേ അത് നന്നായിട്ട് പൊള്ളച്ച് വരുള്ളൂ. മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയാലും കുഴപ്പമില്ല. കരിയുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ചൂട് വേണം തവയ്ക്ക്. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചിട്ടുള്ളൂ. ഒരു സൈഡ് കുറേ സമയം വെക്കരുത് കേട്ടോ. ചെറുതായിട്ട് ബബിൾ ഇങ്ങനെ വന്നു തുടങ്ങി ഉടനെ മറിച്ചിടുക, അല്ലെങ്കിൽ ചപ്പാത്തി കൂടുതൽ ഹാർഡായി പോവും. മുഴുവൻ ഇങ്ങനെ പൊള്ളച്ച് വരാനായിട്ട് കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിടുക, അല്ലെങ്കിൽ കണ്ടില്ലേ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ചപ്പാത്തിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതിലേക്ക് തക്കാളി ചമ്മന്തിയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.